നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പനി ബാധിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മടങ്ങി വരുമെന്ന് ജോസഫ് ടാജറ്റ്. ദേശീയപാത മണ്ണുത്തിയിൽ സ്വകാര്യ ബസ്സിടിച്ച് മാൻ ചത്തു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പൊന്നൂക്കര സ്വദേശി 4 വയസ്സുകാരൻ രുദ്രാക്ഷ് റക്സരാഗിൽ. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആധ്യാത്മിക പഠന കേന്ദ്രം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര ദർശനം 2025 നടന്നു. വാർത്തകൾ വിശദമായി. പനി ബാധിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. നെന്മണിക്കര സ്വദേശി തട്ടിൽ പിടിയത്ത് മേജോയുടെ മകൾ കരോളിനാണ് മരിച്ചത്. സംസ്കാരം നടത്തി. ശനിയാഴ്ച രാത്രി 7:30 സംഭവം. പനി ബാധിച്ച കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. സിജി അമ്മയും ഫ്ലെമിൻ മേജോ, കാതറിൻ മേജോ, ക്രിസ്പിൻ മേജോ എന്നിവർ സഹോദരങ്ങളുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മടങ്ങി വരുമെന്ന് ജോസഫ് ടാജറ്റ്. തൃശൂർ DCCയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുകൾ തട്ടിലെ മുതിർന്ന നേതാവ് മുതൽ താഴെത്തട്ടിലെ പ്രവർത്തകരെ വരെ കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനമാകും തന്റേതെന്നും കോൺഗ്രസ് മടങ്ങി വരണം എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും കോൺഗ്രസിന്റെ വോട്ട് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ആഗ്രഹം സാധ്യമാകും. തൃശൂരിൽ പഴയതുപോലുള്ള ഗ്രൂപ്പിസം ഇപ്പോഴില്ല. നിലവിലെ പ്രതിസന്ധികൾ മറികടക്കും. സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്തിയാകും മുന്നോട്ടുള്ള പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. തീർച്ചയായും കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വവും ഒക്കെ എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് എനിക്ക് 100% ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ എന്നും പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരാണ്. അവരെല്ലാവരും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് താഴെത്തട്ടിലുള്ളവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക, ആരെയും ഇതിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ എല്ലാവരെയും ക്ഷമയോടെ കേൾക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് പ്രഥമ മുൻഗണന. ജോസഫ് ടാജറ്റ് 10 വർഷമായി DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ പാർട്ടി ലീഡറുമാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, KPCC എക്സിക്യൂട്ടീവ് അംഗം, UDF പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ ഉൾപ്പെടെ രാജിവെച്ചിരുന്നു. തുടർന്ന് 8 മാസത്തോളമായി പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് തൃശൂർ DCCയുടെ ചുമതല വഹിച്ചിരുന്നത്. ഇതിനിടെ ദേശീയ നേതൃത്വം മുതിർന്ന നേതാക്കളിൽ നിന്ന് അഭിപ്രായം തേടിയാണ് ജോസഫ് ടാജറ്റിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സ്ഥിരം പ്രസിഡന്റ് വേണമെന്ന നിലപാട് നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ദേശീയപാത മണ്ണുത്തിയിൽ സ്വകാര്യ ബസ്സിടിച്ച് മാൻ ചത്തു. മണ്ണുത്തി വെട്ടിക്കലിൽ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന മാനിനെയാണ് ബസ്സിടിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് മാനിനെ ഇടിച്ചത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി. അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് പൊന്നൂക്കര സ്വദേശി രുദ്രാക്ഷ് റക്സരാഗിൽ എന്ന 4 വയസ്സുകാരൻ. 3 മിനിറ്റും 58 സെക്കൻഡും കൊണ്ട് 102 കാർ ബ്രാൻഡുകൾ തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ പറഞ്ഞാണ് രുദ്രാക്ഷ് നമ്മെ വിസ്മയിപ്പിക്കുന്നത്. പൊന്നൂക്കര കുരുളി വീട്ടിൽ രാഗിൽ ഐശ്വര്യ ദമ്പതികളുടെ മൂത്ത മകനാണ് രുദ്രാക്ഷ്. വെട്ടുകാട് സെന്റ് ജോൺസ് കിൻഡർ ഗാർഡനിൽ LKG വിദ്യാർത്ഥിയാണ്. 2 വയസ്സുള്ളപ്പോൾ മുതൽ കാറുകളോട് വല്ലാത്ത പ്രിയമാണ് ഈ മിടുക്കന്. മാതാപിതാക്കൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാറുകളെക്കുറിച്ച് ചോദിച്ചറിയുകയും പിന്നീട് ഇത്തരം വാഹനം കാണുമ്പോൾ അവയുടെ പേര് ഓർത്തു പറയുന്നതുമാണ് ആദ്യം മാതാപിതാക്കൾ ശ്രദ്ധിച്ചത്.
വാഹനങ്ങളുടെ പേരുകൾ അനായാസമായി ഓർത്തുവയ്ക്കാൻ കഴിയുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒഴിവു സമയം കണ്ടെത്തി മകനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്ന് പിതാവ് രാഗിൽ പറഞ്ഞു. ഞാനൊരു ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞാൻ റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ പിന്നെ ഓരോ വണ്ടികൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും ഇത് ഏത് വണ്ടിയാണ്. വണ്ടികളുടെ പേര് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ജസ്റ്റ്. പിന്നെ എപ്പോഴെങ്കിലും അത് നമ്മൾ പിന്നെ റിട്ടേൺ വരുന്ന സമയത്ത് ഇവൻ വീണ്ടും ഓർമ്മ വെച്ചിട്ട് ആ വണ്ടി കാണുമ്പോൾ സെയിം വണ്ടി കാണുമ്പോൾ ഇങ്ങനെ അത് തന്നെയല്ലേ വണ്ടി എന്ന് ചോദിക്കും. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ആൾക്ക് ഇങ്ങനെ വണ്ടികൾ അപ്പോൾ ഇഷ്ടമാണ്. പിന്നെ പേരുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഓർമ്മയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു തുടങ്ങിയപ്പോൾ ആള് പിന്നെ അതിൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എന്നും വന്നു കഴിഞ്ഞാലും ചോദിക്കും ഇങ്ങനെ എന്താ പറയാ വണ്ടികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാ, പേര് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ ഞാനത് ചെയ്ത് പിന്നെ ആൾക്ക് ഇതായി. പിന്നെ ഞങ്ങള് അത് ഒരു 2 വയസ്സ് 2.5 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ LKG ഇവിടെ വൈഫിന്റെ എന്താ പറയാ വീടിന്റെ അടുത്ത് ഒരു അംഗനവാടിയിൽ കൊണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് വേറെ ഒന്നും ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആള് ഇത് വണ്ടികളുടെ പേര് പറയാൻ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ A4 വണ്ടികളുടെ ഫോട്ടോ എടുത്തിട്ട് അത് കുറച്ചൊരു 10-25 വണ്ടികളുടെ കാണിച്ചു കൊടുത്തപ്പോൾ ആള് അതെല്ലാം പറഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞു ഞങ്ങളടുത്ത് എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ റെക്കോർഡിന് അങ്ങനെ നോക്കിക്കൂടെ. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇതിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ നോക്കി. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്ത കാരണം പിന്നെ കുറച്ചാൾ കൂടി കഴിഞ്ഞ് ഒരു 3 വയസ്സ് 3.5 വയസ്സ് 4 വയസ്സായപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നുകൂടി നോക്കാം. ഞങ്ങൾ കൂടുതൽ ഇത് നോക്കിയപ്പോൾ യൂട്യൂബിലേക്കും കുറെ കുട്ടികളുടെ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നോക്കാവുന്ന രീതിയിൽ നോക്കി. അപ്പോൾ പിന്നെ വൈഫിന്റെ കൂട്ടുകാരിയുടെ ഒരു ഇതിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരാളെ കിട്ടിയത്. ആള് വന്ന് അത് ചെയ്ത് തന്ന്. കളിപ്പാട്ടങ്ങളായി വിവിധയിനം കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് രുദ്രാക്ഷിന്. വിദേശയിനം കാറുകളുടെ നാവിനു വഴങ്ങാത്ത പേരുകളും ഈ 4 വയസ്സുകാരന് അനായാസം വഴങ്ങും. GTR, ബുഗാട്ടി, ബെൻസ്, ഫെറാരി, പോർഷെ, BM, ഹമ്മർ, ജീപ്പ് റാംഗ്ലർ, റുബിക്കോ, ജി-വാഗൺ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായുള്ള പരിശ്രമത്തിന് രുദ്രാക്ഷിനെ ഒരുക്കുക എന്നത് വലിയ ചലഞ്ചായിരുന്നുവെന്ന് മാതാവ് ഐശ്വര്യ പറയുന്നു. ഇത് പിള്ളേരുടെ റെക്കോർഡ് അധികം ക്രൈറ്റീരിയാസ് വരുന്നില്ല. പക്ഷെ എന്നാ വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയണത് ഇവരെ പിടിച്ചിരുത്തലാണ്. അത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. 2 പിള്ളേരെ വെച്ചിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല. പിന്നെ ഇവരുടെ ഒരു മൈൻഡ് അത് കറക്റ്റ് ആവണം. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷമ വേണം. അതൊക്കെയാണ് വലിയൊരു ഇതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ പോട്ടേന്ന് വെച്ച് 2 കൽപ്പിച്ചൊന്നൊരു ട്രൈ ചെയ്ത് നോക്കിയതാ. കിട്ടിയാ കിട്ടി, പോയാ പോട്ടേന്ന് വെച്ചിട്ട്. പക്ഷെ അത് സക്സസ് ആയി. സഹോദരൻ 1.5 വയസ്സുകാരൻ റിദ്യാഡും ചേട്ടന്റെ പാതയിലാണ്. കുരുന്നു പ്രായത്തിൽ തന്നെ അവനും കാറുകളുടെ പേരുകൾ പറയാൻ ശ്രമിക്കുന്നത് കൗതുകകരമാണ്. തന്റെ നേട്ടത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനുള്ള പ്രായമായില്ലെങ്കിലും കാറുകളെക്കുറിച്ചറിയാനും തന്റെ കളിപ്പാട്ടങ്ങളുടെ ശേഖരത്തിലേക്ക് കൂടുതൽ കാറുകൾ എത്തിക്കാനുമുള്ള പ്രയത്നത്തിലാണ് കുഞ്ഞു കൂട്ടുകാരൻ രുദ്രാക്ഷ് എന്ന മിടുമിടുക്കൻ. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേരെഴുതി ചേർത്തിരിക്കുകയാണ് രുദ്രാക്ഷ് എന്ന കൊച്ചുമിടുക്കൻ. തന്റെ നേട്ടത്തിന്റെ വലുപ്പം മനസ്സിലാക്കാനുള്ള പ്രായമൊന്നുമായിട്ടില്ല. എന്നാൽ പ്രകടനം കൊണ്ട് നമ്മെ ഏവരെയും ഇവൻ വിസ്മയിപ്പിക്കും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഗുരുവായൂർ ആധ്യാത്മിക പഠന കേന്ദ്രം രക്ഷാധികാരി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര ദർശനം നടത്തി. സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, ശിവാനന്ദ ലഹരി അർച്ചന, സൗന്ദര്യ ലഹരി അർച്ചന, ഹ്രസ്വ നാരായണീയം, ഹ്രസ്വ ദേവി നാരായണീയം, ആരതി എന്നീ ചടങ്ങുകൾ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി നടന്നു. ഗ്യാസ് സ്റ്റൗകൾക്കും ഗ്യാസ് സ്റ്റൗ സർവീസിംഗിനുമായി കല്ലൂർ മാവിൻ ചുവട് സെന്ററിൽ ജിയോ ഗ്യാസ് സ്റ്റൗ സർവീസ് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. പ്രസ്സി ജിയോ, ലിയ ജിയോ, ആന്റണി ജിയോ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് അംഗം ജിഷ ഡേവിസ് സന്തോഷത്തിൽ പങ്കുചേർന്നു. ജിയോ കല്ലൂക്കാരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം.
ഗ്യാസ് സ്റ്റവ് സർവീസിന് പുറമെ ഹെവി ഡ്യൂട്ടി സ്റ്റവുകൾ, ലോക്കൽ സ്റ്റവുകൾ, കുക്കർ, മിക്സി എന്നിവയുടെ വിപണനവും കുക്കർ, മിക്സി, ഫാൻ എന്നിവയുടെ സർവീസും ഇവിടെ ലഭ്യമാണ്. ഇന്നു മുതൽ മാവുഞ്ചോട് സെൻട്രൽ ജിയോ സ്റ്റവ് സർവീസ് എന്ന സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റവ് സംബന്ധമായ എല്ലാ വർക്കുകളും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി വീടുകളിൽ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. സ്റ്റവ് സർവീസുകൾ കൂടാതെ ഫാൻ, മിക്സി, കുക്കർ എന്നിവയുടെ സർവീസുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പൈപ്പ് ലൈൻ വഴി സിലിണ്ടർ പുറത്തു വെച്ച് അകത്തേക്ക് പൈപ്പ് ലൈൻ വഴി കണക്ഷൻ കൊടുക്കുന്ന രീതികളും നമ്മുടെ കയ്യിലുണ്ട്. വളരെ മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് മാവഞ്ചോട് സെൻട്രൽ ജിയോ സ്റ്റവ് സർവീസ് എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ അടുക്കളയിൽ സുരക്ഷിതമാക്കാനായി 14 mm കോപ്പർ പൈപ്പിന്റെ മുകളിൽ ഫൈബർ ആവരണമുള്ള പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ജോയിന്റുകൾ, എൽബോകൾ, ടീ പൈപ്പ് ലൈനിന് ആവശ്യമായ ഫിറ്റിംഗുകൾ സ്റ്റീലിലും ബ്രാസിലുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത്തരം പൈപ്പ് ലൈനുകൾ 50 വർഷം വരെ ഉപയോഗിക്കാവുന്നതും ആവശ്യാനുസരണം മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്നതുമാണ്. തീ പിടിക്കാത്തതും തുരുമ്പ് പിടിക്കാത്തതുമായ രീതിയിൽ നിർമ്മിച്ച പൈപ്പുകൾ ജിയോ ഗ്യാസ് സ്റ്റവ് സർവീസിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ്. MS പൈപ്പുകളും സ്റ്റീൽ പൈപ്പുകളും ഉപയോഗിച്ചാണ് ഗ്യാസ് പുറത്ത് സിലിണ്ടറിൽ നിന്നും അടുക്കളയിലേക്ക് എത്തിക്കുന്നത്. 200 മീറ്ററോളം ഒറ്റ സിലിണ്ടറിൽ നിന്ന് 1, 2 അതിലധികം സ്റ്റവുകൾ ഉപയോഗിക്കാൻ കഴിയുക എന്നത് ഇവിടുത്തെ പ്രധാന സവിശേഷതയാണ്. ഗ്യാസ് സിലിണ്ടർ അടുക്കളയിൽ സുരക്ഷിതമാക്കാനായി ജിയോ സ്റ്റവ് സർവീസ്, മാവിൻചുവട്, കല്ലൂർ. ഫോൺ നമ്പർ 9349131719. CPI കാര്യകുളം ബ്രാഞ്ച് സമ്മേളനം പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MA ജോയി ഉദ്ഘാടനം ചെയ്തു. KK അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് വടക്കൻ മുഹമ്മദ് പതാക ഉയർത്തി. തോട്ടം മേഖലയിൽ അതിരൂക്ഷമായ രീതിയിൽ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിനായി വനാതിർത്തിയിൽ കിടങ്ങും സോളാർ ഫെൻസിംഗും സ്ഥാപിക്കണമെന്ന് സമ്മേളനം അധികാരികളോട് പ്രമേയം വഴി ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് സെക്രട്ടറിയായി PK മുഹമ്മദ് സാഹുവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി വടക്കൻ മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു. കയ്പമംഗലത്തു നിന്നും 13 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കയ്പമംഗലം സ്വദേശി 25 വയസ്സുള്ള ഫരീദ്, ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശി 21 വയസ്സുള്ള സാബിത്ത് എന്നിവരെയാണ് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹന സഹിതമാണ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം വാഹന പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ റിയർവ്യൂ മിററിന്റെ ഉള്ളിൽ കടലാസിൽ പൊതിഞ്ഞ് സീപ്ലോ കവറിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. പ്രതികളിൽ ഒരാളായ സാബിത്തിനെ മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ബിസിനസിന്റെ മറവിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേനയാണ് ഇവർ MDMA വാങ്ങിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു, DCB DYSP ഉല്ലാസ് കുമാർ, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ISHO KR ബിജു, SI സൂരജ്, ഡാൻസ് ഓഫ് SI ഷൈൻ, ASIമാരായ സൂരജ് V ദേവ്, ലിജു ഇയാനി, SCPOമാരായ ബിജു, ഗിരീഷ്, സോണി, CPOമാരായ നിഷാന്ത്, ഷിൻഡോ, ഡെൻസ്മോൻ, CPO ഫാറൂഖ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അംഗം
ജോബി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പാലപ്പിള്ളി പുലിക്കണ്ണി ദാറുത്ത് ഖവ ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചർച്ച സംഘടിപ്പിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് കിഴക്കേ പറമ്പത്ത് കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കല്ലുവളപ്പിൽ ഇല്യാസ് മൗലവി, അരീപ്പുറം ഹുസൈൻ, കൊളക്കാട്ടിൽ അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ലത്തീഫ് പൂവക്കാട്ട്, അബ്ദുൽ ഹമീദ് ഹുദവി പാലോളിപ്പറമ്പ്, കെ എ മൂസ ഹാജി, ഇ പി മൊയ്തീൻ ഹാജി, എം എസ് ഉമർ മേച്ചേരി, ബഷീർ ഹാജി മാണിയത്ത്, എം എം മുസൽ വാഫി, ഇബ്രാഹിം അറക്കത്തൊടി, ഇർഷാദ് വാഫി ആനക്കയം എന്നിവർ സന്നിഹിതരായി. പാലപ്പിള്ളി പുലിക്കണ്ണി ദാറുത്ത് ഖവ ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനം ഈ മാസം 24 നടക്കും. വൈകിട്ട് 7 ദാറുത്ത് ഖവ ക്യാമ്പസിലാണ് സമ്മേളനം. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആസിഫ് ദാരിമി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. തൃശൂർ ജില്ലയിലെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ സമ്മേളനത്തിൽ സന്നിഹിതരാകും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ വനിതാ പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതി, GRCകൾ തുടങ്ങിയ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരിൽ നിന്ന് കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 14 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം വരന്തരപ്പള്ളി പഞ്ചായത്ത് ICDS സൂപ്പർവൈസർക്ക് അപേക്ഷ നൽകണം. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്ററിലേക്ക് ട്രെയിനറായി നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി ഫെബ്രുവരി 11. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. കേരള സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ പൊയ്യ ഫാമിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റിന്റെ താൽക്കാലിക തസ്തികയിൽ ദിവസവേതനത്തിന് നിയമനം നടത്തുന്നു. BCom ബിരുദം, MS ഓഫീസ്, ടാലി, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവർ എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഫെബ്രുവരി 11 രാവിലെ 10:30 പൊയ്യ ഫാമിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078 03 0733. സ്ത്രീകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് മുടികൊഴിച്ചിൽ. അനിയന്ത്രിതമായ മുടികൊഴിച്ചിലും അകാലനരയും താരനുമൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലേ? പ്രകൃതിദത്തമായ നെല്ലിക്ക വെള്ളം ഉപയോഗിച്ച് നോക്കൂ, പ്രകടമായ മാറ്റങ്ങൾ കാണാം. ഒരു റിപ്പോർട്ട്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും മിനറലുകളും തലമുടിയെ വളരാൻ സഹായിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് മുടി കൊഴിച്ചിലിനെ തടയും. അകാലനര തടയുകയും നിങ്ങളുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. താരനുള്ളവർക്ക് ഉത്തമ പരിഹാരമാണ് നെല്ലിക്ക വെള്ളം. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽസ് തലചൊറിച്ചിൽ മാറാൻ സഹായിക്കും. തലമുടിയിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുടിയെ സംരക്ഷിക്കുന്നതാണ് നെല്ലിക്ക. ഇത് കഴിക്കുന്നതും നല്ലതാണ്. ജ്യൂസായോ അച്ചാറായോ ഒക്കെ നെല്ലിക്ക കഴിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ദിവസവും ഒരു നെല്ലിക്കയെങ്കിലും കഴിച്ചിരിക്കുന്നത് നല്ലതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ നെല്ലിക്ക അരിഞ്ഞിടുക. ഇതിനു ശേഷം വെള്ളം തിളപ്പിക്കണം. തിളച്ച വെള്ളം തണുപ്പിച്ചതിനു ശേഷം നെല്ലിക്ക കഷ്ണങ്ങൾ മാറ്റാം. ശേഷം നെല്ലിക്ക വെള്ളം നിങ്ങൾക്ക് ഹെയർ വാഷായി ഉപയോഗിക്കാം. ഇത് മുടിക്ക് ഉത്തമമാണ്. ഷാംപൂ, കണ്ടീഷനിങ് ചെയ്ത മുടിയിൽ നെല്ലിക്ക വെള്ളം ഒഴിച്ച് തലയിൽ നന്നായി മസാജ് ചെയ്യുക. 30 മിനിറ്റ് വെച്ചതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ തല കുളിക്കാം. ഇതുപയോഗിച്ച് 48 മണിക്കൂർ വരെ മറ്റൊന്നും മുടിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇത് മുടിയിൽ എപ്പോഴും വെള്ളത്തിന്റെ അംശം നിലനിർത്താൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി അമിതമായി വളരുകയും മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,945 രൂപ, പവന് 63,560 രൂപ. വരന്തരപ്പള്ളി പൗണ്ട് വൈലിക്കട ബാഹുലയൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മറ്റത്തൂർ മന്ദിരപ്പള്ളി തൈവളപ്പിൽ ഗംഗാധരൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വീട്ടുവളപ്പിൽ. ഓമനയാണ് ഭാര്യ. ജിജോ, ജിജി, ജിതിൻ, വിഷ്ണു എന്നിവർ മക്കളും. ശ്രുതി, ശിശിർ, സ്വാതി എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ എടക്കളത്തൂർ ജോയ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. പ്രശാന്ത്, നിശാന്ത്, വിനീത എന്നിവർ മക്കളും. ജെന്നിഫർ, ബിജോയ്, ടി ജോൺ എന്നിവർ മരുമക്കളുമാണ്.
കോടാലി മാങ്കുറ്റിപ്പാടം താണിപ്പിള്ളി ജോയ് അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിസി ഭാര്യയാണ്. നിധിൻ, നിയ എന്നിവർ മക്കളാണ്. ചെങ്ങാലൂർ നടപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മാട്ടുമല വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനി ബാധിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മടങ്ങി വരുമെന്ന് ജോസഫ് ടാജറ്റ്. ദേശീയപാത മണ്ണുത്തിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് മാൻ ചത്തു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പൊന്നൂക്കര സ്വദേശി 4 വയസ്സുകാരൻ രുദ്രാക്ഷ് റക്സരാഗിൽ. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആധ്യാത്മിക പഠന കേന്ദ്രം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര ദർശനം 2025 നടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.